ഇവിടെ മരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് അവകാശം കൊടുക്കേണ്ടത് കേന്ദ്രമാണെന്നും സംസ്ഥാനമാണെന്നും ഉള്ള രീതിയിലൊക്കെ പരസ്പരം പഠിച്ചാലാണ് നടക്കുന്നത്. ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളം വരാൻ പോകുന്ന ദിവസങ്ങളിൽ കടന്നു പോവുകയാണ്. അപ്പം ഒരു പ്രധാന പ്രചാരണ ആയുധം തന്നെ, ഒരു മുഖ്യ വിഷയം തന്നെ വികസനത്തിന്റെ അപ്പുറത്ത് ഈ മൃഗങ്ങളുടെ വിഷയം തന്നെയാണ്. ഈ നിലമ്പൂര് ജനതയടക്കം പ്രത്യേകിച്ച് വനമേഖലയിലുള്ള ജനത ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവരൊരു അതിജീവനത്തിന്റെ പോരാട്ടത്തിലാണ്. അപ്പം ഈ ഒരു ഇടത് ചിന്തയുള്ള അല്ലെങ്കിൽ ഒരു ഇടത് മനസ്സുള്ള, അപ്പൊ അത് ചോപ്പ് പിടിക്കുന്ന രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് മനുഷ്യത്തിന്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഒരു ഇടത് രാഷ്ട്രീയം. അങ്ങനെയുള്ള മനസ്സുള്ളവർ പോലും ഇതിനകത്ത് എന്ത് സ്റ്റാൻഡ് എടുക്കണം, ഇപ്പം വേട്ടയാടണോ എന്ന് പറയണോ, അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ നമുക്കറിയാം ഈ എന്താ പറയാ, ഈ കാടുകളിലൊക്കെ ആമസോൺ വനാന്തരങ്ങളിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ പോലും അതിലുള്ള പ്രതിഷേധം പോലും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് കേരളത്തിൽ ഉയർന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എന്ത് നിലപാടെടുക്കണം? ഒരുപാട് ആളുകളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇടത് മനസ്സുള്ളവർ. അപ്പൊ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, ഇടത് എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും കക്ഷി രാഷ്ട്രീയമല്ല, അതിനപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണല്ലോ ഇടത് രാഷ്ട്രീയം. അപ്പൊ ഈ ഒരു വന്യജീവി വിഷയത്തിൽ ശരിക്കും എന്താണ് സാറിന് ആ ഒരു വിഷയത്തിൽ നോക്കിയത്? പ്രത്യേകിച്ച് തേറ്റ പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ ഈ വന്യമൃഗം, ശരിക്കും എന്താണ് അതിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം? അല്ല, തേറ്റ പറയുന്നത് ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തേറ്റ പറയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, കാട്ടിൽ നിന്ന് മൃഗം നാട്ടിലിറങ്ങുന്നത് അല്ലെങ്കിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നത് അതിന്റെ അതിജീവനത്തിന് വേണ്ടിയാണ്. അപ്പം കാടും കയ്യേറുന്ന ഒരു മനുഷ്യന് അതിന് നിലനിൽപ്പില്ലാതെ വരുമ്പോഴാണ് ഒരു മൃഗം പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഈ പറയുന്ന ഇടത് രാഷ്ട്രീയമായാലും ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു നാടാണ് നമ്മുടെ എന്ന് പറയുന്നത്. KPCA പോലുള്ള ഒരു സംഘടന കലയിലൂടെയും നാടകത്തിലൂടെയും ഒക്കെ ഒരു പ്രത്യയശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ആ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് ഓരോ വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എടുത്തിടുന്നത് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനാണ്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കത്തി നിൽക്കുന്ന സമയത്ത് മറ്റൊരു വിഷയം കടന്നു വരുന്നു, അതിനുശേഷം മൃഗം പുറത്തിറങ്ങുന്നു, അതിനുശേഷം മറ്റൊരു പ്രശ്നം പുറത്തിറങ്ങുന്നു. ഇതൊരു സൈക്കിളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബോധവാന്മാരാകേണ്ടത് ജനങ്ങൾ തന്നെയാണ്. സത്യത്തിൽ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും കാറ്റിൽ പറത്തി വ്യക്തിചിന്തയിലേക്കും അവനവന്റെ തെറ്റുകളെ മൂടി വെക്കാനായിട്ട് ഓരോ പ്രശ്നങ്ങളെ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. എനിക്കെങ്ങനെയാണ് തോന്നുന്നത്, ഇന്ന് ഈ മൃഗം നാട്ടിലേക്ക് ഇറങ്ങി അതെന്ന് സ്വൈര്യവിഹാരം നടക്കുന്നതിനിടയ്ക്ക് മറ്റൊരു പ്രശ്നം വന്നാൽ ഇതിനെ മൂടി വയ്ക്കും. ഇത് സ്വാഭാവിക ചിന്തയാണ്. ഒരു പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരം നമ്മുടെ സമൂഹത്തിൽ വരുന്നില്ല. അത് ഈ പറഞ്ഞ ഇടചിന്തയായാലും മറ്റേത് സംഘടനയായാലും എനിക്കെങ്ങനെയാണ് തോന്നുന്നത്. തേറ്റ സത്യത്തിൽ ഈ ഒരു വിഷയം ശക്തമായിട്ട് മറ്റൊരു തലത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം വേദനിക്കപ്പെട്ട ഒരു മൃഗത്തിന്റെ ഒരു പ്രതികരണമാണ് ഈ സിനിമയിൽ. അവൻ പോരാടുന്നത് മനുഷ്യന്റെ മനസ്സുമായിട്ടാണ്. അവിടെ തേറ്റ അത് വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞ കണ്ടന്റിനേക്കാൾ ഉപരിയായിട്ട് തിയേറ്ററിൽ വിഷ്വലൈസ് ചെയ്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ തിയേറ്ററിലേക്ക് എത്രമാത്രം നമുക്ക് OTT അല്ലാണ്ട് തിയേറ്ററിൽ കാണാനുള്ള എന്തോരം എക്സ്പീരിയൻസ് ഉണ്ടാവും? ആക്ഷൻസ് ആയാലും BGM ആയാലും കാര്യങ്ങളൊക്കെ ആയാലും എത്ര മാത്രം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ആ പടത്തിന്റെ പൂർണ്ണ രൂപം കണ്ടില്ല, കാരണം അത് അവർ വിളിച്ചപ്പോഴും എൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത് ചെന്ന് കയറിയ ദിവസം ഞാൻ തിരക്കഥ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ തിരക്കഥ എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചിരുന്നു. കാരണം വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു കണ്ടന്റാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഈ ചെറിയൊരു സെറ്റപ്പിൽ ഈ സിനിമ എങ്ങനെ പ്രസന്റ് ചെയ്യുമെന്ന് ഞാൻ അന്നേരം അമ്മയോട് ചോദിച്ചെങ്കിൽ, ഇത്ര വലിയൊരു സിനിമയെ ഈ എങ്ങനെ പ്രസന്റ് ചെയ്യും? എപ്പോഴും എനിക്കൊരു ആശങ്കയായിരുന്നു, ഇത് തീർക്കാൻ പറ്റുമോ, ഇത് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുമോ. പക്ഷെ ഈ പറഞ്ഞില്ലേ, ഈ ഒരു ബാണിംഗ് ഫയർ എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഫലമാണ് നമ്മളെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എത്രമാത്രം മനോഹരമായിട്ടുണ്ടെന്നുള്ളത് അമീറാണെന്ന് പറയുന്നത്. അമീറിന്റെ സിനിമ കണ്ടു ഞാൻ ചോദിച്ചു, അമീറിന്റെ സിനിമ എങ്ങാട്ടുണ്ട്? അമീർ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് സിനിമ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതുപോലെ ഇപ്പം പറഞ്ഞില്ലേ, തൃശ്ശൂർ ലോബി എന്നൊക്കെ ഞാൻ കണ്ടതാണ്. ഞാൻ ആ റൂമിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഏതോ ഒരു അന്യഗ്രഹ ജീവി ചെന്ന പോലാണ്. ഞാൻ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലല്ലേ, ഏതോ 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, മുഖം കാണിച്ച് എന്നെയൊക്കെ അവർ സ്വീകരിച്ചത് ഒരു അന്യഗ്രഹ ദൈവത്തെ പോലെയാണ് സ്വീകരിച്ചത്. ശരിക്കും ഞാനങ്ങ് ചൂടിപ്പോയി. അത്രമാത്രം ആരെങ്കിലും അവരെ സഹായിക്കാനായിട്ട് എത്തുക എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ ലോബിയുടെ ഒരു സ്നേഹത്തിൽ ഞാൻ വല്ലാതെ മുങ്ങിപ്പോയതാണ്. അതിനുവേണ്ടിയാണ് അവരെ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത്. ഈ സിനിമ 10 പേരും തിയേറ്ററിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊരു ഈ ലോബി എന്ന് പറയുന്ന സൗഹൃദ ലോബിയാണ്. അല്ലാതെ ഒരു ക്രൂര ലോബിയിൽ ആരെങ്കിലും ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല. കുറെ സ്വപ്നങ്ങളുടെ ഒരു പൂർത്തീകരണത്തിനായിട്ടാണ് ഇവിടെ ലോബി നമ്മുടെയൊക്കെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടിയിരിക്കുന്നത്.
അമേരിയ ഇതിന്റെ BGM മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും, ഉറപ്പും ആ കാര്യത്തിൽ ഞാൻ അല്ല ആസ് എൻ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ച പടം എന്നുള്ള രീതിയിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും നമുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും. കംപ്ലീറ്റ് എന്ത് തോന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് നമുക്കൊരു ഫസ്റ്റ് ഹാഫ് അവരുടെ കാട്ടിലേക്ക് ആയിരുന്നു കംപ്ലീറ്റ്. പിന്നെ ആ ഒരു കാടും മരങ്ങളും ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് എന്തൊക്കെ ടൈപ്പിൽ ഇപ്പം നമുക്ക് ആ ക്യാമറ വർക്ക് ചെയ്യാന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ക്യാമറ സൈഡിലാണെന്നുണ്ടെങ്കിലും മാക്സിമം അതിന് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ആസ് എൻ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു സാറ്റിസ്ഫൈഡ് ആണ്. നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും കാര്യത്തിക്കാൻ. ജോലിച്ചേട്ടനൊപ്പം അഭിനയിച്ചിരുന്ന ആളായിരുന്നു, വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു പറഞ്ഞു. അപ്പോൾ ജോലിച്ചേട്ടൻ പണി എന്നുള്ള സിനിമ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് പണി 2 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജോലിച്ചേട്ടനൊക്കെ എന്തെങ്കിലും ചാൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും തലക്ക് സൂര്യം കൊടുക്കാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും പുള്ളി അങ്ങനെ ജോലിസാറിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരു ചാൻസിന് പോയി വെറുതെ കാല് പിടിച്ചിട്ടും കാര്യമില്ല, പൊക്കോളാൻ പറയും. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുള്ളൂ. പുള്ളി എങ്ങനെയാണ് അപ്പോൾ ചെറിയൊരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും സാറിൻ്റെ പടത്തിലൊക്കെ ആ ക്യാരക്ടറിനൊരു ക്ലോസപ്പ് ഷോട്ട് ഉണ്ടാവും, ആ ക്യാരക്ടറിന് ഐഡന്റിറ്റി ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് 2 പടം കഴിഞ്ഞപ്പോൾ ഞാൻ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് സാറിൻ്റെ അടുത്ത് ചിലപ്പോൾ അവസാനം സാറ് എൻ്റെ അടുത്തോട് ഞാൻ വിളിച്ചോളാം, നീ എപ്പോഴും എൻ്റെ അടുത്ത് വരണ്ട, അവിടെ നിർത്തി വല്ലപ്പോയി ഒരു വിളി മാത്രമേ. എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് തരും എന്നൊരു വിശ്വാസമുണ്ട്. തൃശ്ശൂർ ലോബി അടിപൊളിയായിട്ട് ഒരു തിയേറ്റർ മൂവി തിയേറ്ററിൽ സക്സസ് ആവട്ടെ. താങ്ക് യു.